ശരി, ശ്രീ എം ജയചന്ദ്രൻ, ഇപ്പോൾ മുസ്ലിം ലീഗിനെ മാറ്റി നിർത്തുക, മുസ്ലിം ന്യൂനപക്ഷം ഈ പ്രതികരണങ്ങളെ എങ്ങനെയാണ് വിലയിരുത്തുക എന്നാണ് അങ്ങേക്ക് തോന്നുന്നത് ശ്രീ ജയേന്ദ്രൻ? ഇത് ഇപ്പോ കാരശ്ശേരി മാഷ് ഇപ്പൊ പറഞ്ഞല്ലോ, BJP-യും പിന്നെ മുസ്ലിം ലീഗും ഒരുപോലെയാണ് എന്നുള്ളൊരു കാഴ്ചപ്പാട് സൃഷ്ടിക്കുക എന്നുള്ളതാണ് CPIM-ന്റെ ലക്ഷ്യം, ഉന്നം. സജി ചെറിയാൻ അതാണ് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. അങ്ങനെയല്ല മാഷേ. ഇവിടെ ഈ പിന്നെ എല്ലാവർക്കും അറിയുന്നത് പോലെ, അങ്ങ് ശരിയായി ചൂണ്ടിക്കാണിച്ചതുപോലെയും ഹിന്ദുരാഷ്ട്രമാണ് അവരുടെ ലക്ഷ്യം. പക്ഷേ ലീഗിന് അങ്ങനെ ഒരു ലക്ഷ്യമുള്ളതായിട്ട് ഏതെങ്കിലും CPIM നേതാക്കളോ CPIM-ന്റെ ഏതെങ്കിലും തീരുമാനങ്ങളോ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഞാൻ തന്നെ മറ്റ് പല ചാനലുകളിലും ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ ഒരു പ്രാധാന്യം ഇപ്പോഴും എൻ്റെ അറിവിൽ, അങ്ങേക്ക് തെറ്റാണെങ്കിൽ തിരുത്താം, എൻ്റെ അറിവിൽ പിന്നെ വീട്ടിൽ ഉറുദു സംസാരിക്കാത്ത മുസ്ലിങ്ങളുള്ള ഏക പ്രദേശം പിന്നെ കേരളമാണ് എൻ്റെ അറിവിൽ. മറ്റ് പല സ്റ്റേറ്റുകളിലും വീട്ടിൽ മുസ്ലിങ്ങൾ സംസാരിക്കുന്നത് ഉറുദു ഭാഷയാണ്. കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് അത് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, പക്ഷെ കേരളത്തിലെ ആ സെക്യുലർ ഫാബ്രിക്കുമായിട്ട് അത്രയേറെ അവർ താതാത്മ്യം പ്രാപിച്ചു കഴിഞ്ഞവരാണ്. ഒന്ന്. രണ്ടാമത്, ബാബറി മസ്ജിദിന്റെ കാലത്ത് പിന്നെ പണക്കാട് തങ്ങൾ സ്വീകരിച്ചൊരു നിലപാട് എല്ലാവർക്കും അങ്ങേയറ്റം പിന്നെ പ്രൈസ് ചെയ്തൊരു നിലപാടാണ് അദ്ദേഹത്തിന്. അതുകൊണ്ടാണ് കേരളത്തിൽ അന്ന് ആ സമയത്ത് കലാപങ്ങളൊന്നും ഉണ്ടാവാതെ പോയതും അതെല്ലാവർക്കും അറിയുന്നതാണ്. അതുപോലെ അങ്ങ് പറഞ്ഞ CH-ന്റെ കാര്യം ഒക്കെ അതൊന്നും ഒരു കാലത്തും ഒരു പാർട്ടിയും വിസ്മരിക്കാനേ കഴിയില്ല. പക്ഷെ ഇവിടെ അതല്ല പ്രശ്നം. ഈ പിന്നെ മുസ്ലിം ലീഗിന്റെ കൂടെ കൂട്ടിയിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയാണ് മുഖ്യ പ്രശ്നം എന്നുള്ളത് അങ്ങേക്കും അറിയാം. അതാണ് വിമർശിക്കപ്പെടുന്നതും അതുതന്നെയാണ്. ഈ CPM-നെ പിന്നെ ഒരു പുതിയ വ്യാഖ്യാനം കൊടുത്തല്ലോ. ആദ്യം അത് കൊടുക്കുന്ന ജമാഅത്തെ ഇസ്ലാമി ഹാൻഡിൽസിൽ നിന്നാണ് വരുന്നത്. ലെഫ്റ്റ് ഹിന്ദുത്വ എന്നാണ് ടെർമിനോളജി വരുന്നത്. ഇടത് ഹിന്ദുത്വ എന്നാണ് വരുന്നത്. അപ്പൊ ആ ഇടത് ഹിന്ദുത്വ എന്നുള്ള ടെർമിനോളജി വരുമ്പോൾ സ്വാഭാവികമായും അതിനെ ഡിഫെൻഡ് ചെയ്യേണ്ടി വരും. സ്വാഭാവികമാണത്. ലെഫ്റ്റ് ഹിന്ദുത്വ ആണോ? ഇപ്പോൾ ഇവിടെ അനൂപ് പറയുന്ന രൂപത്തിൽ സംഘി ചെറിയാൻ എന്നാണല്ലോ സജി ചെറിയാനെ വിശേഷിപ്പിക്കുന്നത് തന്നെ. അങ്ങനെ അദ്ദേഹം പറയൂ എന്നാണല്ലോ പറയുന്നത്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടുകളുമായി അങ്ങ് പറഞ്ഞതുപോലെയല്ല. അവർക്ക് മതരാഷ്ട്രവാദം തന്നെയാണ് അടിസ്ഥാന പ്രമാണം. ആ അടിസ്ഥാന പ്രമാണത്തെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതുതന്നെയാണ് കാതലായ പ്രശ്നവും ഇഷ്യൂവും അതുതന്നെയാണ്. ആ ഇഷ്യൂവിനെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് പലപ്പോഴും പിന്നെ എതിർഭാഗത്ത് നിൽക്കുന്നത്. അത് എത്രത്തോളം തുറന്നു പറയാൻ CPIM നേതാക്കൾക്ക് പരസ്യമായി കഴിയുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു ഡിബേറ്റിംഗ് പോയിന്റ് തന്നെയാണ്. ഞാൻ അതിനോട് യോജിക്കുകയും ചെയ്യുന്നു. അത് ഡിബേറ്റിംഗ് ഇഷ്യൂ ആണെന്നുള്ളതിൽ പിന്നെ എത്രത്തോളം തങ്ങൾ തുറന്നു പറയുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ഡിബേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, എത്രത്തോളം ജനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. പക്ഷെ ഇതുകൊണ്ട് അതാണല്ലോ സ്മൃതിയുടെ ചോദ്യം, അതാണല്ലോ മുസ്ലിം സമുദായം എന്നുള്ള നിലയിൽ ഏതെങ്കിലും തരത്തിൽ ഇറിറ്റേറ്റഡ് ആണോ? അല്ല, ഇതുകൊണ്ട് ഇറിറ്റേറ്റഡ് അല്ല. പക്ഷെ മറ്റു ചില കാരണങ്ങൾ കൊണ്ട് ഇറിറ്റേറ്റഡ് ആണ്. അതിന്റെ ചില സൂചനകൾ ഞാൻ ഇന്നത്തെ ചർച്ചയിൽ പറയുകയും ചെയ്തു. ഇന്ന് ആവർത്തിക്കുന്നതിൽ ശരിയല്ലല്ലോ, അതുകൊണ്ട് ഞാൻ ആ ആവർത്തനം നടത്തുന്നില്ല. അത്തരത്തിലുള്ള ചില ചെറിയ റിഫ്റ്റുകൾ പലയിടങ്ങളിലും ഉള്ളത് മറ്റൊരു ആസ്പെക്റ്റാണത്. ഇതുമായി രാഷ്ട്രീയവുമായി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതോ വ്യാഖ്യാനിക്കേണ്ടതോ ഒന്നല്ല ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം. പക്ഷെ അത് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് വസ്തുതയുമാണ്. അപ്പോൾ ഈ സജി ചെറിയാൻ പറഞ്ഞതും അത് തന്നെയാണ്. സത്തയിൽ ഈ രണ്ട് പിന്നെ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വന്തം അജണ്ടകൾ സെറ്റ് ചെയ്ത് അത് വിജയിപ്പിക്കുന്നത് എന്നുള്ളതിന്റെ ഉദാഹരണമാണ് കാസർഗോഡ് മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ മലപ്പുറം ജില്ലാ പഞ്ചായത്തും എന്നുള്ളത് CPIM-ന്റെ കാഴ്ചപ്പാടെന്നുള്ള നിലയിലായിരിക്കണമല്ലോ. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്ന് തന്നെ സജി ചെറിയാൻ പറയുന്നുമുണ്ട്. അപ്പൊ അത് ശരിയായ അർത്ഥത്തിൽ തന്നെ അതിനെ എടുക്കുന്നതിന് എന്താ കുഴപ്പം? സംഘി ചെറിയാൻ എന്ന് പറയുന്നതിന് പകരം അങ്ങനെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, ഇപ്പോ സ്മൃതി ചൂണ്ടിക്കാണിച്ച പുലാമന്തോളിനടക്കം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ഷാഫി പറഞ്ഞതുപോലെ വൈസ് പ്രസിഡന്റിന്റെ കാര്യം അടക്കം അവിടെ ഉണ്ടെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ ചർച്ചയിൽ വരേണ്ടതാണെന്നേ. കാര്യം നമ്മൾ കേരളീയ സമൂഹത്തിൽ നാളെ ജീവിക്കേണ്ടവരാണല്ലോ. അപ്പൊ അത്തരത്തിലുള്ള സെക്യുലർ ഫാബ്രിക് തകർന്നിട്ടില്ല എന്ന് തെളിയിക്കുന്ന ലീഗ് ഏത് തരത്തിലാണ് ഹിന്ദു വിഭാഗത്തെ കൂടി ഉൾക്കൊള്ളുന്നത് എന്ന് കാണിക്കുന്ന ചിത്രങ്ങളാണ് ആ പറഞ്ഞ പേരുകൾ എന്നുള്ളതാണ് സജി ചെറിയാന്റെ പ്രതികരണം. അങ്ങിപ്പോ പറഞ്ഞല്ലോ BJP വേഴ്സസ് മുസ്ലിം ലീഗ് എന്നില്ല എന്ന്.
BJP വേഴ്സസ് മുസ്ലിം ലീഗ് എന്ന പ്രതീതി സൃഷ്ടിക്കാൻ സജി ചെറിയാൻ ശ്രമിക്കുന്നു എന്നിടത്താണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നതെന്നേ. നമ്മുടെ രാജ്യത്ത് RSS ഉയർത്തുന്ന വർഗീയതയെ നേരിടാൻ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചേ കഴിയുകയുള്ളൂ. അതിന് കേരളത്തിൽ നമ്മൾ അത് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാചകങ്ങളാണ് ഞാൻ വായിക്കുന്നത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ BJP വിജയിച്ചതിൽ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിൽ നിന്നോ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നോ ഒരാൾ പോലുമില്ല. ഇന്ന് നമ്മുടെ രാജ്യം കണ്ടുപിടിക്കുന്ന ഒരു അപകടമാണ്. രാജ്യത്ത് 22% വരുന്ന ഒരു ജനവിഭാഗത്തിന്റെ ഒരു പ്രതിനിധി പോലും BJPയുടെ പേരിൽ ഇന്ത്യൻ പാർലമെന്റിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അപകടകരമായ അവസ്ഥ രാജ്യത്ത് വളർന്നു വരുന്നു. ഇത് കേരളത്തിൽ സംഭവിക്കരുത്. ഇവിടെ RSS ഉയർത്തുന്ന വർഗീയതയെ ന്യൂനപക്ഷ വർഗീയത കൊണ്ട് നേരിടാൻ കഴിയില്ല. ഇവിടെ ആരാണ് ന്യൂനപക്ഷ വർഗീയത കൊണ്ട് നേരിടുന്നത്? കേരളത്തിൽ ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ അതിന് കഴിയുകയുള്ളൂ. അത് ശരി, അദ്ദേഹത്തിന്റെ അഭിപ്രായം. കേരളത്തിൽ ഇടതുപക്ഷത്തെയും CPM-നെയും ദുർബലപ്പെടുത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയമാണ് ഇന്ന് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. ആ രാഷ്ട്രീയത്തെയാണ് എതിർത്തത്. ഇതിന്റെ ഫലമായി എന്ത് സംഭവിച്ചു? RSS ഉയർത്തുന്ന ഭൂരിപക്ഷ വർഗീയതയെ വളർത്താൻ കഴിയുന്ന സമീപനം ലീഗ് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഉദാഹരണമാണത്രേ അദ്ദേഹം കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ കണ്ടത്. കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ അവിടുത്തെ ആളുകളുടെ പേര് നോക്കണമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ പേര് നോക്കാനല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ നോക്കൂ, അവിടെ 39 സീറ്റുണ്ട്. മതേതരത്വം പറഞ്ഞ് ഞങ്ങളുടെ പാർട്ടിക്ക് കിട്ടിയത് ഒരു സീറ്റാ CPM-ന് കിട്ടിയത്. ഞങ്ങളുടെ സ്വതന്ത്രനായിട്ട് ഒരാൾ ജയിച്ചു. കോൺഗ്രസ് മതേതരം പറയുന്ന പാർട്ടിക്ക് കിട്ടിയത് 2 സീറ്റാ. അവിടെ വർഗീയത പറഞ്ഞ BJPക്ക് ഹിന്ദു ഭൂരിപക്ഷ മേഖലയിൽ 12 സീറ്റ് ജയിച്ചു. അപ്പോൾ ഏത് മതവിഭാഗത്തിന്റെ വോട്ടാണ് അവർക്ക് കിട്ടിയത്? അവിടുത്തെ ലീഗ് മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് 22 സീറ്റ് ജയിച്ചു. ഈ പറഞ്ഞ BJP ജയിച്ച ആളുടെ പേരും ഈ പറഞ്ഞ ലീഗ് ജയിപ്പിച്ച ആളുടെ പേരും നിങ്ങൾ വായിക്കാനേ ഞാൻ പറഞ്ഞുള്ളൂ. ഇതിലെന്ത് തെറ്റാണ് നിങ്ങൾ കാണുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇത് ഇത്രയും വായിച്ചിട്ട് അങ്ങേക്ക് മനസ്സിലാക്കാൻ ആയത് എന്താണെന്ന് എനിക്ക് അറിയേണ്ടതുണ്ട്. ഈ അപകടം കേരളത്തിൽ വരാൻ ഭാവിയിൽ സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. വർഗീയമായ ചേരിതിരിവ് വന്നു കഴിഞ്ഞാൽ ആളുകൾ വർഗീയമായി ചിന്തിക്കുമ്പോൾ അവരിൽ തീവ്രവാദപരമായ അല്ലെങ്കിൽ ജാതി രാഷ്ട്രീയം പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ആളുകൾക്ക് കൂടുതൽ സഹായകരമാകുന്ന നിലപാട് വരും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.